ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച റാന്നി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടവും ഇപ്പോൾ കളർഫുൾ ആണ്. ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ചുവരുകൾ ചിത്രപ്പണികളാൽ മനോഹരമാക്കിയത്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ റാന്നിയിലെ പഠന കേന്ദ്രത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മനോഹരമാക്കിയത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും ഹരിതാഭയുമൊക്കെയാണ് ചിത്രങ്ങളുടെ ഇതിവൃത്തം. ഇത്രയും ചിത്രപ്പണികൾ പൂർത്തിയാക്കാൻ 3 ദിവസത്തോളം എടുത്തു. ഇതുപോലൊരു ചിത്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ വരച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിന്റെ പുറത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോ ഒരു 7-8ഓളം വിദ്യാർത്ഥികളും നമുക്കിപ്പം പങ്കുചേർന്നിട്ടുണ്ട്. 3 ദിവസത്തെ ഒരു പ്രയത്നമാണ് ഇന്ന് കാണുന്ന ചിത്രങ്ങളെല്ലാം. പഠനത്തിന്റെ ഭാഗമായുള്ള ഇത്തരം പ്രോജക്റ്റുകൾ റൂട്രോണിക്സിന്റെ നേതൃത്വത്തിൽ ഇതിനു മുൻപും ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ 2 വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഡിൽ വരച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം അപ്പുറത്തെ സ്കൂളുണ്ട്, ആ സ്കൂളിൽ ഞങ്ങൾ ഇതുപോലെ വരച്ചിട്ടുണ്ടായിരുന്നു ചിത്രം. ഞങ്ങൾ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് ഡ്രോയിങ് ഉണ്ട്, ആ ഒരു ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ വരും. 2018 പ്രളയത്തിൽ നശിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഘട്ടം ഘട്ടമായാണ് പുനരുദ്ധരിച്ചത്. ഞങ്ങൾ 2018 ഈ ബിൽഡിംഗ് മൊത്തം വെള്ളം കയറി നശിച്ചാണ് റാന്നിയെ സംബന്ധിച്ച്. അതിനുശേഷം ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് പല പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് കൂടുതൽ മനോഹരമാക്കുന്ന മറ്റു പ്രവർത്തനങ്ങളും ഭരണസമിതിയുടെ ആലോചനയിലുണ്ട്. ഘട്ടം ഘട്ടമായി അവയും നടപ്പിലാക്കാനാണ് അധികൃതരുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.